അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ മഗ്‌രിബ് നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സിറ്റൗട്ടിൽ കുറച്ച് സമയം വന്നിരിക്കും കേട്ടോ. അത് എൻ്റെ ഒരു ഇതാണ്. ഇന്ന് പിന്നെ മൊത്തത്തിലൊരു എന്തോ ഒരു ടെൻഷനുള്ള ദിവസമാണ് കേട്ടോ. മനസ്സിനൊരു സുഖമില്ല. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ നമുക്കോരോ കണക്ക് കൂട്ടലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും വിഷമം ചെറിയ വിഷയം കിട്ടിയാൽ വിഷമിക്കുകയും ചെയ്യും, ചെറിയ വിഷയം കിട്ടി കഴിഞ്ഞാൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോയിൽ രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിറ്റൗട്ടിൽ ഇരുന്നപ്പോൾ മക്കളോട് വന്ന് ഭയങ്കര ഒച്ചയും ബഹളം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അടുക്കള ഭാഗത്ത് വർക്കേരിൻ്റെ ഭാഗത്ത് വന്നിരിക്കുക കേട്ടോ. ഇവിടെയാണ് കുറച്ച് പ്രൈവസി ഉള്ളത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാൻ ജനുവരി 1-ാം തീയതി കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഫുഡ് കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. കുറേ നാളുകളായിട്ട് വിചാരിച്ചതാട്ടോ. ജനുവരി 1-ന് കൊടുക്കാൻ പറ്റണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സാഹചര്യവശാൽ നമ്മളത് വൃത്തിയുടെ അന്ന് എനിക്ക് സാധിച്ചില്ല, കൊടുക്കാൻ പറ്റിയില്ല. അതിനെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ കൊടുക്കലെപ്പോൾ വേണമെങ്കിലും കൊടുക്കുക, അത് വേറെ വിഷയം. പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. ചെറിയ വിഷയം കിട്ടിയാൽ സന്തോഷിക്കുകയും ചെറിയ വിഷയം കിട്ടിയാൽ വിഷമിക്കുകയും ചെയ്യുന്നൊരു ടൈപ്പാണ്. ആ വിഷമം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും, അതാണ് പ്രശ്നം. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാനൊന്നൊരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ വർഷം 1-ാം തീയതി തന്നെ ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അത് ആ സന്തോഷം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അത് ഞാൻ പിന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. പക്ഷേ സന്തോഷം ഇല്ല എന്നല്ല കേട്ടോ, അത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം ജനുവരി 1-ാം തീയതി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് നടന്നിട്ട് അന്ന് കൊടുക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ഭയങ്കര വിഷമം, ഭയങ്കര സങ്കടമായിപ്പോയി. ഇൻഷാ അല്ലാഹ് വഴിയെ നടക്കുമായിരിക്കും. പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആളുകളെ സഹായിക്കണം എന്നുള്ള സത്യമായിട്ട് വല്ലാഹി എൻ്റെ മക്കളാണ് സത്യം. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണത്. ഈ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുക, അപ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരെ മുഖം കാണാൻ, അത് വിശപ്പിൻ്റെ അപ്പുറം വേറെ ഒരു ഇതുമില്ല. അത് കഴിഞ്ഞിട്ടുള്ളൂ കിടപ്പാടം വരെ. ഭക്ഷണമാണ് പ്രധാനം. അപ്പോൾ അത് എനിക്ക് അവിടെ നമ്മൾ റെസ്റ്റോറൻറ്റിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കുറേ ആളുകൾ എണീറ്റ് നടക്കാൻ പോലും ഹോട്ടലിൽ പോയി ആരെങ്കിലും പൈസ കൊടുത്താൽ ഹോട്ടലിൽ പോയി കൊണ്ടുവരാൻ കഴിയാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അതൊരാഗ്രഹമാണ്, എൻ്റെ ഒരു സ്വപ്നമാണ്. നമുക്ക് ഡെയിലി കഴിഞ്ഞിട്ടില്ലെങ്കിലും മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ് കേട്ടോ. അകത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയായാലും നമ്മൾ എവിടെ പോയി സംസാരിച്ചാലും കുട്ടികളുള്ള വീട്ടിൽ ബഹളമില്ലാതെ കേൾക്കാൻ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ളൊരു വീട്ടമ്മക്കൊന്നും. പിന്നെ ഇപ്പോൾ പകലാണെങ്കിൽ ഞാൻ പുറത്തൊക്കെ മുറ്റത്തും പുറത്തൊക്കെ പോയി ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ. ഇപ്പോൾ രാത്രിയായ കാരണം അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവിടെ നല്ല പാമ്പിൻ്റെ ശല്യമാണ്. അപ്പോൾ മുറ്റത്തോടെ പോയി പിന്നെ കാണൂലല്ലോ, വെളിച്ചമില്ലല്ലോ, ഇരുട്ടത്തുനിന്ന് ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വർക്കേരിൻ്റെ ഈ ഭാഗത്ത് വന്നിരുന്നിരിക്കുക കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെച്ച ഭാഗത്ത് വന്നിരുന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഒന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് ഇടാൻ പറ്റിയില്ല. മൊത്തത്തിലൊരു ഡൗണ്. പ്രധാന കാരണം വെച്ചാൽ വ്യൂസ് കുറച്ച് കുറഞ്ഞു പോയി. മറ്റത് കാരണം നല്ല അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നെ ഡൗൺ ആയി. മൊത്തത്തിൽ എല്ലാവർക്കും യൂട്യൂബിൽ മൊത്തത്തിലൊരു ഡൗൺ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു വിഷയം കിട്ടിയാൽ മതി, അപ്പോൾ ഭയങ്കര ഒരു ഫീലിങ്. പിന്നെ നമ്മൾ ഈ കാണുന്ന ആളുകൾ ആയിരിക്കുമല്ലോ, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആളായിരിക്കും ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ആളാവൂല ഒറിജിനൽ. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ കുടുംബത്തിൻ്റെ ഫാമിലി ഇഷ്യൂസ് അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാമ്പത്തിക പ്രയാസമാണ് ഭയങ്കരമായിട്ട് നമുക്കുള്ളത്. പിന്നെ എൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് പബ്ലിക്കിൽ പറയാൻ ബുദ്ധിമുട്ടാട്ടോ. ലൈഫ് മാക്സിമം പബ്ലിക്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ആളുകളെ ഉപദേശം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ പറയുകയും ചെയ്തിരുന്നു കേട്ടോ, ലൈഫൊന്നും പബ്ലിക്കിൽ വന്ന് പറയണ്ട, അത് പിന്നീട് അത് വേറെ ഇഷ്യൂ ആയി മാറും. അപ്പോൾ അതുകൊണ്ട് കാര്യമല്ല. നമ്മളെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള അടുത്ത് മൊത്തം പബ്ലിസിറ്റി കൊടുത്തിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആളൊന്നുമല്ല. ദാമ്പത്യത്തിലൊന്നും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അല്ലാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തരണം ചെയ്ത് പോകണമെന്നും എൻ്റെ പ്രശ്നങ്ങൾ തീർക്കുന്നതോടുകൂടി മറ്റുള്ളവരെയും കൂടി കരകയറ്റണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയി. അത് ആളുകൾ കാണുന്നില്ലാഞ്ഞിട്ടാണോ, അത് നിങ്ങൾക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാഞ്ഞിട്ടാണോ, എത്തിപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കാണണം കേട്ടോ. പിന്നെ കാരണം നിങ്ങളും കൂടി, ഞാനിപ്പോൾ ആരെങ്കിലും ഒരാളെ സഹായിക്കാനോ മറ്റോ കരുതിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗം നിങ്ങളും കൂടി ആകുമ്പോൾ അതൊരു ബർക്കത്തുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ കമൻറ്റുകളൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യണതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓരോ കമൻറ്റിനും ഞാൻ ലൈക്ക് കൊടുത്തിട്ടും അങ്ങനെയായിട്ട് ഞാനെല്ലാം കണ്ടു വായിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇനി ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ട് അതിന് ഞാൻ റിപ്ലൈ അയച്ചിട്ടില്ലെങ്കിൽ സോറി, അത് കാണാനിട്ടാവും കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഞാൻ മാക്സിമം ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ കൂടപ്പിറപ്പ് ചില ആളുകൾ പുതിയ ആളുകൾ കമൻറ്റ് ഇട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പുതിയൊരു അതിഥി വന്നല്ലോ എന്നുള്ളത് കേട്ടോ. പുതിയ ആളുകൾ കമൻറ്റ് ഇട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പുതിയൊരാൾ വന്നിരുന്നല്ലോ എന്നുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ആളുകളെ പേര് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിൽ എന്താ പറയുക, നോട്ട് ചെയ്ത് വെക്കല നമുക്ക് പെട്ടെന്ന് ആ കമൻറ്റ് ഇട്ട ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നമ്മളൊരു വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. കാരണം വെച്ചാൽ അവർ എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്നുള്ളതും അതുപോലെ എല്ലാ വീഡിയോസിനും അഭിപ്രായങ്ങൾ എനിക്ക് നെഗറ്റീവ് അല്ലാത്ത പോസിറ്റീവ് കമൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്കത് കൂടപ്പിറപ്പങ്ങളെ പോലെ തോന്നും. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് പുതിയ ആളുകൾ വരുമ്പോൾ അവർ കമൻറ്റ് ഇട്ടാൽ അതിനേക്കാളും കൂടുതൽ സന്തോഷമാണ്. അപ്പോൾ നമ്മളെ കൂടെ ആളുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നൊരു തോന്നലാണ്. അപ്പോൾ നിങ്ങളെ പെങ്ങളെ പോലെ അനിയത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി ഇതുപോലെയൊക്കെ തോന്നി എന്നെ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണാനേ വേണ്ട. നിങ്ങൾ കാണാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഓണാക്കി വെക്കാനെങ്കിലും മറക്കരുത് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വരാം. നിങ്ങളോട് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. കാരണം എന്നെന്തോ എനിക്ക് വീഡിയോസ് ചെയ്യാനോ ഒന്നിനൊരു സന്തോഷമോ ഒന്നും തോന്നിയില്ല. മൊത്തത്തിലൊരു ഡൗണ്, കുറച്ച് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഒന്ന് ഡൗൺ ആയ പോലെ, എന്തോ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ എന്തോ പ്രാക്ക് കെട്ടിയ പോലെ എന്നൊക്കെ പറയില്ലേ, കണ്ണിട്ടിയ പോലെ എന്നൊക്കെ പറയും, എന്ന പോലെ ഒരു ആക്റ്റീവല്ല, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ സഹോദരങ്ങളെല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കാണുന്നവരെല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഒരു വാക്ക് ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. റബ്ന അൻവർ എന്തെങ്കിലും ഒരിക്കൽ യൂട്യൂബ് ചാനലായിട്ട് സക്സസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ സംഭവം എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, എൻ്റെ മക്കളെ ഭാവി ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതല്ല ഞാൻ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും സ്വന്തം കാര്യം തന്നെയാണ് നോക്കുക. ഞാൻ രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുറന്നത്. അല്ലാതെ മറ്റുള്ളവരെ മുന്നിൽ നമ്മളെ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ ഫേമസ് ആവാനൊന്നും അല്ല. സത്യമായിട്ടും എനിക്ക് എൻ്റെ മക്കളെ കാര്യങ്ങളും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എൻ്റെ ഉമ്മാൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനും ഹോസ്പിറ്റൽ കേസുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല മാർഗവും കിട്ടുമെന്ന് വിചാരിച്ച് വേണ്ടി മാത്രം വന്നൊരു ചാനലാണത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ റബ്ബിനെ നിങ്ങൾ നോട്ട് ചെയ്തോ. ഞാൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വേറൊരാളെയും കൂടി ഞാൻ രക്ഷപ്പെടുത്തും. വേറൊരാളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെച്ച ആളൊന്നുമല്ല. ഭക്ഷണം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഭക്ഷണം കൊടുക്കും, വസ്ത്രം പറ്റണ ചതുക, ബുക്കും പേപ്പറും പേനയും കൊടുക്കാൻ പറ്റണ അങ്ങനെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 100% ഞാൻ ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാലത്ത് പറഞ്ഞോ റബ്ബനാക്ക് ഇപ്പോൾ ഒരുപാട് വ്യൂസായി അല്ലെങ്കിൽ സബ്സ്ക്രൈബ്സായി, റബ്ബന അടിച്ചു പൊളിച്ച് ജീവിക്കണോ, പക്ഷേ ഒരു പാവങ്ങളെ സഹായിക്കണേ ഞങ്ങൾ കണ്ടില്ല നിങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം അതാണ്, എനിക്ക് പാവങ്ങളെ സഹായിക്കണം. അത് ഞാൻ അവർക്ക് വലിയ ബംഗ്ലാവ് കയറ്റി കൊടുക്കും അല്ലെങ്കിൽ 10 സെൻറ്റ് വാങ്ങിക്കൊടുക്കുന്നില്ല. എനിക്കൊരു ഇത്രയും ഇപ്പോൾ എനിക്ക് 37-38 വയസ്സായി. ഈ സമയം വരെ എനിക്ക് ഈ ഒരു 5 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 1 സെൻറ്റ് ഭൂമി പോലും എൻ്റെ പേരിൽ വന്നിട്ടില്ല. ഈ ജന്മത്തിൽ എൻ്റെ പേരിൽ 1 സെൻറ്റ് ഭൂമി ഉണ്ടായിട്ടില്ല. 1 ഗ്രാം സ്വർണ്ണമോ അല്ലെങ്കിൽ നടിച്ചു പൊളിച്ച് നടക്കാൻ ഒന്നും സ്വന്തമല്ലോ. ഈ വാടക വീട് എൻ്റെ സമ്പാദ്യം എൻ്റെ 4 മക്കളാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. അത് മാത്രമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് എത്തിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അവസാന ഘട്ടം എന്നുള്ള ആ ഒരു ലാസ്റ്റ് ചാൻസാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഒരു ചാനൽ എനിക്കുണ്ടായിരുന്നു, ലാമി സ്ട്രീം എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ലാമിയുടെ കുസൃതികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതെന്താ പറയുക, ഒരു കിഡ്സ് ഓൺലി മാത്രമായി. അത് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബ്സ് നല്ലോണം ഉണ്ട്. അത്യാവശ്യം 4000-ൻ്റെ അടുത്തൊക്കെ സബ്സ്ക്രൈബ്സ് ഉണ്ട്. പക്ഷേ ഇതില്ല, വ്യൂസ് കുറവാണ്. പിന്നെ അത് മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ കുട്ടികളെ ഞാൻ കാണിക്കാത്ത തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ലക്ഷ്യം വേറെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എനിക്കും എൻ്റെ മക്കൾക്കും. കാരണം ഒരു എന്താ പറയുക, കാച്ചിത്തുരുമ്പ് ഉണ്ടാവുമല്ലോ, ലാസ്റ്റ് ഘട്ടത്തിലൊരു കാച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്, ആ കാച്ചിത്തുരുമ്പാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ ഞാൻ ചിലപ്പോൾ പറഞ്ഞൊന്നും വരും, ചിലപ്പോൾ പറയാതിരുന്നും വരും. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പറഞ്ഞ് ഇതാക്കാനൊന്നും എനിക്ക് താല്പര്യമല്ല. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും എൻ്റെ മക്കളും രക്ഷപ്പെടട്ടെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഒരുപാട് കാര്യങ്ങൾ പറയാനും പറ്റില്ല ഞാൻ, കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും, എൻ്റെ സഹോദരങ്ങളെല്ലാവരും, സഹോദരിമാരൊക്കെ ഒരുപാട് മെസ്സേജ് ലേഡീസ് എനിക്ക് അയച്ചിരുന്നു. പക്ഷെ അവരൊന്നും ഇപ്പോൾ എന്താ തിരക്കപ്പെട്ടിട്ടാണോ അതോ ഇനി അവർക്ക് എൻ്റെ ചാനൽ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല. അവർ KLC റബ്ന എന്ന് അടിച്ചാൽ തന്നെ എൻ്റെ ചാനലായിരിക്കും വരിക. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
പിന്നെ നിങ്ങൾ കേരളത്തിൻ്റെ സഹോദരി എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് തന്നെ. കേരളത്തിൻ്റെ ഒരു പെങ്ങളായിട്ട് തന്നെ എന്നെ കൂട്ടുക, എന്നെ കാണുക. അപ്പോൾ എല്ലാവരും ഈ പെങ്ങളെ ഒന്ന് സഹായിക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പെങ്ങന്മാരോട് എല്ലാവരോടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഓണാക്കി വെക്കാനും പറയുക. ഇപ്പം എനിക്ക് തൽക്കാലം കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അധിക കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ പ്രസിദ്ധീകരിച്ച് പറയാനൊന്നും പറ്റുന്നില്ല. സാഹചര്യവശാൽ ഞാൻ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നും വരും. അതല്ല പറയാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, അൽഹംദുലില്ലാ. എനിക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫേസും കാണിച്ച് അതിനേക്കാളും എനിക്കിഷ്ടം എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതും അതുണ്ടാക്കിയത് മറ്റുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതും അവരെ പുഞ്ചിരിയും കാണിക്കാനാണ് എനിക്ക് ഈ ചാനൽ ഉപകാരപ്പെടാൻ താല്പര്യമുള്ളത്. അപ്പോൾ അതിനെന്നെ കൊണ്ട് സാധിക്കട്ടെ. അതിന് നിങ്ങളെ പിന്തുണ കൂടെ എനിക്ക് വേണം. അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടുന്നത് വരെ വേറൊരു സ്വഭാവം, കിട്ടിക്കഴിഞ്ഞ് വേറൊരു സ്വഭാവം, അങ്ങനെയല്ല ഞാൻ കാണിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതുവരെ ഉള്ള റബന ആയിരിക്കില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടി തുടങ്ങിയാൽ അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഞാൻ എന്തൊക്കെ ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് ഞാൻ മറ്റുള്ള ആളുകളിരുന്ന് പിരിവ് നടത്തിയിട്ടോ കാര്യമൊന്നുമല്ല. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്നൊരു സംഖ്യ എനിക്ക് എല്ലാ മാസവും പാവപ്പെട്ടവർക്ക് ഒരു ഭക്ഷണമായിട്ടോ എങ്ങനെ എത്തിക്കണം എന്ന് എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ഈ മാസം മുതൽ എനിക്ക് ചെയ്യണം, 1-ാം തീയതി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എനിക്കത് സാധിച്ചില്ല. അതിൻ്റെ വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ ഈ മാസം ഇൻഷാ അല്ലാഹ് എനിക്ക് ഇനിയിപ്പോൾ 10 ആക്കി കഴിയണമെങ്കിൽ ആ 10 പേർക്കെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനെന്നെ കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാൻ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ കൊണ്ടൊക്കെ എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ പറയുക. ഇത്രയൊക്കെ നിങ്ങൾക്ക് എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നാട്ടിൽ നിന്ന് പിരിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പിരിവ് നടത്തിയിട്ട് ആ പൈസ കൊണ്ട് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അതൊന്നും എനിക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല. ഞാൻ സ്വന്തമായിട്ട് എനിക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊരു പങ്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അല്ലാതെ വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ വളർന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പങ്ക് എൻ്റെ പാവപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും ആളുകൾക്ക് ഭക്ഷണമായിട്ടോ മറ്റോ കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതിനിപ്പോൾ ചാനൽ വളർന്നാലും വളർന്നിട്ടില്ലെങ്കിലും എനിക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കുകയും ചെയ്യും. എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അസ്സലാമു അലൈക്കും.